ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നമ്മൾ ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്, കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുകയല്ല, ശരിക്കും കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുക എന്നും പറഞ്ഞ് കൂട്ടിയിട്ടൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കി ഓരോരുത്തർ പറയണ കേട്ട് വാ കാണിച്ചു തരാം. എൻ്റേത് മുഴുവൻ അവിടെ ഇവിടെയൊക്കെ വീണുപോയി. അപ്പോൾ അത് കാരണം ഞാൻ സാധാരണ കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിൽ തന്നെ ആണ് ഞാൻ കരിയില നിറയ്ക്കുന്നത്. നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. വാ, ഇപ്പം പറമ്പിലൊക്കെ നല്ല രീതിക്ക് കരിയിലയുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിക്ക് കരിയില ഉള്ളത് കാരണം ഞാനിങ്ങനെ കരിയില എടുക്കും. ഇങ്ങനെ കരിയില നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള കരിയിലകൾ ഇങ്ങനെ വാരിയെടുക്കും. ഈ വാരിയെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ക്യാമറ ഒന്ന് ഇങ്ങനെ അടുപ്പിച്ച് വരാമോ? കണ്ടോ, ഇതൊക്കെ ഞാൻ ഇതിനകത്താക്കുന്നത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഇത് നമ്മുടെ ചെതലെന്ന് പറയും. ബാ, ഇത് കണ്ടോ, ഇത് ചെതലാണ്. ഇത് കണ്ടോ, ചെതൽ കരിയില എടുത്തിട്ട് മണ്ണാക്കി ഇട്ടേക്കുന്നതാണ്. ഇത് ചെതലിൻ്റെയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കരിയില കൂടി കിടക്കുന്നിടത്ത് മണ്ണിൻ്റെ ആണോ എന്തെങ്കിലും ചെറിയ രീതിക്കുള്ള ഒരു ചെറിയ നനവ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഈ ഇല എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രൂപത്തിൽ നിറച്ചും മണ്ണായിട്ട് ഈ ഇല മാറിയിരിക്കും. അത് ഞാൻ ഇവിടെ താഴത്ത് പറമ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇലകൾ എടുക്കുന്ന കൂട്ടത്തിൽ ഇത് കണ്ടത് ഇതിനകത്ത് ചെതലുണ്ടാവും. അപ്പം ഞാൻ അതും കൂടി കുറച്ചിതിങ്ങനെ ഇട്ടേക്കും ഇതിനകത്തോട്ടും. എൻ്റെ ഒരു ഇതാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്നിട്ട് മാക്സിമം ഇത് നിറക്കും. ഇത്രത്തോളം കരിയില നിറക്കും. നിറച്ചിട്ട് ഇത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ടെറസിൻ്റെ മേളിലല്ല കേട്ടോ, ഇങ്ങനെ വെക്കും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് വെറുതെ ജസ്റ്റ് ഇത് കഞ്ഞിവെള്ളമാണ്, നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം. ഇതിപ്പോൾ 2 ദിവസത്തെ കഞ്ഞിവെള്ളമുണ്ട്. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഉള്ള കാര്യം പറയാൻ, കഞ്ഞിവെള്ളം പുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. അപ്പം ഞാനിത് ഇങ്ങനെ പുളിപ്പിച്ചിട്ട് സാധാരണ ഞാൻ ചാരവും കൂടി ഇടാറുണ്ട്. ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കും. 2 കപ്പോളം ഇങ്ങനെ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ട്രീറ്റ് ചെയ്ത ഒരു മണ്ണും അല്ല കേട്ടോ ഇത്. ഇങ്ങനെയുള്ള മണ്ണ് കുറച്ച് ഇത്രത്തോളം മണ്ണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ ആദ്യം ഒഴിച്ച കഞ്ഞിവെള്ളമൊക്കെ പോയി കേട്ടോ. നല്ല മണമാണ് ഇവിടെ കഞ്ഞിവെള്ളത്തിൻ്റെ പുളിച്ച. ഇച്ചിരി കൂടുതൽ മണ്ണ് ഞാൻ ഇടുന്നുണ്ട്. അതേസമയം വല്ല വെണ്ടയോ വഴുതനയോ അങ്ങനെയുള്ളതാണെങ്കിൽ ശകലം മണ്ണേ ഇടുകയുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ചെയ്യുന്നത് ആദ്യമായിട്ടല്ല, ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രീതിക്ക് ഞാൻ നിറച്ചും കരിയിലയൊന്നും ഇട്ടല്ല. നല്ല രീതിക്ക് നമ്മുടെ നമ്മുടെ കൊക്കോപീറ്റും മണ്ണും മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടി നിറച്ചാണ് ഞാനത് അന്ന് വെച്ചിരുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പോകുന്നത്. കരിയില ഇട്ട് നമ്മുടേതായ രീതിക്ക് ഞാൻ ചെയ്യുന്ന രീതിക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അന്ന് 2-3 വട്ടം ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിജയിച്ച കാരണം ഒന്നൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ചുവന്നുള്ളിയാണ്. എൻ്റെ ഷോർട്ടിലും വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട് ചുവന്നുള്ളി എനിക്ക് ഉണ്ടായതും. ചുവന്നുള്ളി ഞാൻ വിളവെടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചുവന്നുള്ളി വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച ഉള്ളിയാണ്. ഇത് ഒരു ചൂടുള്ളിയാണ്. ഞാനിതിനെ ഇങ്ങനെ ഇതാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിത് അതേ വഴിയല്ല വെക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആക്കിയെടുക്കും. അപ്പോൾ എനിക്കിത് 1, 2, 3, 4, 5, 6 ഉള്ളി കിട്ടി. സാധാരണ ഞാൻ നേരത്തെ ഗ്രോ ബാഗിൽ വെച്ചപ്പോൾ 4 വെച്ചിട്ടുള്ളായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ 6 ഇതിനകത്ത് തന്നെ വെക്കുകയാണ്. 6 വെച്ച് നമുക്കൊന്ന് നോക്കാം എങ്ങനെയായി വരുമെന്നും. ഇത്രത്തോളം ഉള്ളി വെക്കാവുള്ളേ. ഞാൻ ഇതിനു മുന്നേ എൻ്റെ വീഡിയോ വെച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കരിയില മാത്രം ഇട്ട് ഇങ്ങനെ ഞാൻ ഉള്ളി വെക്കുന്നത്.
2 3 4 5 6 ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇത് നമ്മൾ നനച്ച് അങ്ങനെ വെക്കുകയാണ്. ഇത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് മുള വരുവേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കരിയില മൊത്തം എടുത്തിട്ട് ഇത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. സാധാരണ ഞാൻ ഈ ഇതിനു മുന്നേ വെച്ച 3-4 വട്ടവും ഞാൻ ഈ നമ്മുടെ കൊക്കോപ്പീറ്റും ഈ മണ്ണും മറ്റ് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ടാണ് ഞാൻ വെച്ചത്. പക്ഷേ എൻ്റെ ഒരു കൃഷി ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ കൂടുതലും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അധികം ഞാൻ വളത്തെ ആശ്രയിക്കാതെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ വീട്ടാവശ്യത്തിനല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഉള്ളി ഒന്ന് അങ്ങനെ വെച്ചപ്പോഴത്തേക്കും അത് നല്ല രീതിക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. എനിക്ക് നല്ല വിളവ് കിട്ടി. അപ്പോൾ ഇത് എൻ്റെ ഒരു ഇതാണ്. ഞാൻ ഇങ്ങനെ കരിയില മാത്രം ഇട്ട് മറ്റു വളങ്ങളൊന്നും ഇട്ടില്ല. ഇതിലിനി എന്തെങ്കിലും ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഇത് വളർന്ന് വന്ന് ഇതിന് വേര് പിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും ചാണാനും കൂടി പുളിപ്പിച്ചൊഴിച്ചേ ഞാൻ കൊടുക്കുകയുള്ളൂ. അത് ശകലം ഇതായിട്ട് നമ്മൾ ലിക്വിഡ് രൂപത്തിൽ തന്നെ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ധാരാളം ഇങ്ങനെ ഗ്രോ ബാഗിൽ വെക്കുകയാണെങ്കിൽ എന്തായാലും ഉള്ളി നന്നായിട്ടുണ്ടാവും, അതെനിക്കറിയാം. പിന്നെ ഞാൻ പല ഇതും കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരാൾ ചെയ്യുന്ന അതേ രീതി എല്ലാവരും ഫോളോ ചെയ്യണം കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ സ്ഥലത്തെ മണ്ണിൻ്റെ ഘടന അനുസരിച്ച് മാത്രമേ, ഇപ്പം എൻ്റെ മണ്ണിൻ്റെ ഘടനയല്ല വേറെ എടുത്ത് ചേർത്തല അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണ് നല്ല കട്ടിയാവാത്ത നല്ല പഞ്ചസാര മണ്ണ് കിട്ടും. അവിടെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല, ചുമ്മാ വെച്ചാലും മതിയാവും. അതേസമയം നമ്മൾ പാലക്കാട് ഏരിയയിലോട്ടൊക്കെ ചില ഭാഗങ്ങളിലോട്ടൊക്കെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് തന്നെ വേറെ ഭാഗങ്ങളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പശയുള്ള വെള്ളപ്പൂഴിയുണ്ട്. വെള്ളപ്പൂഴിയിൽ എന്ത് വെച്ചാലും ശരി അത് നന്നായി വരികയില്ല. വെള്ളപ്പൂഴിയിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പറമ്പ് ഇപ്പോൾ വെള്ളപ്പൂഴിയാണ് ഞങ്ങൾ ഈ മേളിൽ അടിച്ചേക്കുന്ന. കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പൂഴിക്ക് നമുക്ക് ഇവിടെയൊക്കെ പൂഴിക്കെന്ന് പറഞ്ഞാൽ നല്ല ഗ്രാവലിന് 10,000 രൂപ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. പൂഴിക്ക് വളരെ വിലക്കുറവായിരിക്കും. 2,500-3,000 അടുക്കേ നമുക്ക് വെള്ളപ്പൂഴി കിട്ടും. അപ്പോൾ നമ്മളിത് മൂടാനാണല്ലോ എന്ന് വിചാരിച്ച് വെള്ളപ്പൂഴിയാണ് അടിക്കുന്നത്. വെള്ളപ്പൂഴി അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അധികം കിളിക്കുകയല്ല, എന്ന് വെച്ചാൽ വേരോട്ടം ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഒന്നും കിളിക്കുകയില്ലാത്തത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ധാരാളം കരിയിലയിട്ട് കുറച്ച് വെള്ളപ്പൂഴിയിട്ട് അങ്ങനെ മണ്ണ് സെറ്റാക്കി കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മണ്ണ് സെറ്റാക്കി കൊണ്ടുവന്ന മണ്ണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഞാൻ ഈ കഞ്ഞിവെള്ളം ഇപ്പോൾ ഒഴിക്കുകയില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളമല്ലേ, ഇതിന് വേര് പിടിച്ചിട്ടില്ല. നമ്മൾ വെറുതെ ഒഴിച്ചിട്ട് ഇനി അത് ചീച്ച് ഒന്നും കളയണ്ട, നമുക്ക് നോർമൽ പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി. ആ വെള്ളം ഇനി ഒഴിക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കണ കാണിക്കണ്ടല്ലോ. ഞാനിനി ഇതുപോലെ നിറച്ചും ഈ മണ്ണ് കറക്റ്റ് ചെയ്തത് കാണിച്ചു തരാം. നിങ്ങളെ നേരത്തെ എൻ്റെ ടെറസ് കൃഷി നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, അതിനകത്ത് ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ കരിയിലയും മണ്ണും മാത്രം ഇട്ടാണ് വെച്ചിരുന്നത്. ആ ടെറസിൽ ഉണ്ടായിരുന്ന ഗ്രോ ബാഗിലെ മണ്ണാണ് ഞാൻ ഈ മുഴുവൻ ഇട്ടിരിക്കുന്നത്. മണ്ണിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ ടെറസ് വൃത്തിയാക്കിയപ്പോൾ മണ്ണിനേക്കാളും കൂടുതൽ വേസ്റ്റ് അതേ കിട്ടിയേക്കുന്നത്. കണ്ടോ, ഈ വേസ്റ്റ് ഇവിടെ തന്നെ ഞാൻ വെച്ചേക്കുകയാണ്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേന വരും. അപ്പോൾ ആ ഒരു ഇതാവുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ചെയ്ത് വേർതിരിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് എടുക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഇതൊക്കെ വേർതിരിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് കഴുകി വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കണം. അതിന് വേണ്ടി ഇവിടെ ഇട്ടേക്കുന്നതാണ്. അടുത്ത ദിവസം തന്നെ അത് കഴുകി വൃത്തിയാക്കണം. നിങ്ങൾ കണ്ടോ, ഞാൻ മേളിലോട്ട് സ്റ്റെപ്പ് കയറി വന്നപ്പോഴേക്കും അതൊക്കെന്നാണല്ലോ. എനിക്കിതാണ് പ്രശ്നം, മേളിലോട്ട് കയറി വരാൻ പറ്റുന്നില്ല. എൻ്റെ ഇതിനകത്ത് നമ്മളിട്ട വേസ്റ്റിനകത്ത് കിളുത്ത ചീര കേട്ടോ, അത് ഈ കാണുന്നത് മുഴുവൻ. ഈ ചീര ഇഷ്ടംപോലെ ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. വെണ്ട കണ്ടോ, എന്തോരം വെണ്ടയാണെന്ന് നോക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ അവത്തിൽ നിന്നൊരു വെണ്ട എടുത്ത് ഇങ്ങനെ കരിയില ഇട്ട് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ശരിയാകുമായിരിക്കും. അതുകൊണ്ട് എന്ത് വെയിലാണ് ഈ സമയത്തൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇതാണേ. ഞാൻ ആ രീതിക്കാണ് ഈ മേളിൽ എൻ്റെ ടെറസിൽ എല്ലാ കൃഷികളും ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് കരിയിലയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനിത്തെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടതേ പൊടിയായി ഇത് മുഴുവൻ. ഇതാണ് ഈ കിടക്കുന്നത് നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ.
ആണ് ഈ കിടക്കുന്നത്. പ്ലാസ്റ്റിക്കും എല്ലാം ഉണ്ട് കേട്ടോ. കൈ കിട്ടുന്നത് നമ്മൾ അടിച്ചു വാരുന്ന വേസ്റ്റ് അതേപടി ഞാൻ എടുത്തുകൊണ്ട് വന്ന് അന്നന്ന് ഓരോ ഗ്രോ ബാഗിനകത്താക്കി നിറച്ച് വെക്കുകയായിരുന്നു അന്നത്തെ എൻ്റെ പരിപാടി. ദേ കണ്ടോ എത്ര ലൂസായിട്ടാണ് കിടക്കണമെന്ന് നോക്കി. ഇതൊക്കെ കരിയിലയാണ്. ദേ കണ്ടോ കരിയിലയാണ്. അപ്പം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കമ്പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിവിടെ ഇട്ടേക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇനി മേളിൽ ടെറസിൽ കൃഷി അടുത്ത് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഈ മണ്ണ് തന്നെ എടുത്ത് നിറക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ രീതിക്കാണ്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം അങ്ങനെ കൂട്ടി വെക്കുന്നൊന്നുമില്ല. അതിന് മേളിൽ അപ്പം തന്നെ കൃഷി ചെയ്യും. ഇപ്പോൾ ഉള്ളിയാകുമ്പോൾ 3 മാസം കൊണ്ട് നമുക്കത് വിളവെടുക്കുകയും ചെയ്യും. അതിനുള്ള കരിയില ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു 10-25 ഗ്രോ ബാഗെങ്കിലും താഴത്ത് അങ്ങനെ ഉള്ളി വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഉള്ളി, ചീര അങ്ങനെയുള്ള സാധനം ഇങ്ങനെ കരിയില ഇട്ട് വെക്കുകയാണെങ്കിൽ അധികം നമുക്കത് ഒത്തിരി നാളത്തെ വിളവ് 10-60 ദിവസം അല്ലെങ്കിൽ 10-90 ദിവസം കൊണ്ട് നമുക്കത് വിളവ് കിട്ടുകയും ചെയ്യും. അത് ആ കമ്പോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ കരിയില കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വെയിലാണ്, പൊട്ട വെയിൽ, ഒരു രക്ഷയില്ല.